എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് മിസ് അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ മിസ് ഇന്ന് എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ഡൈവേഴ്സ് ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാനാണ്. അപ്പോൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓൾറെഡി മിസ് ഫസ്റ്റ് സെക്ഷൻ എടുത്തിരുന്നു, 2ാമത്തെ സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കാര്യം അവരും ക്ലാസ് കേൾക്കട്ടെ, അവർക്കും നല്ലൊരു കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ വേഗം അങ്ങ് ഷെയർ ചെയ്തേടാ. പിന്നെ മിസ്സിന് ക്ലാസ് എടുക്കണമെങ്കിൽ കുറച്ച് എനർജിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എനർജിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇട്ടങ്ങ് നിറച്ചേടാ. നോക്കട്ടെ നിങ്ങൾ എത്ര പേർക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മിസ് ഒട്ടും സമയം കളയുന്നില്ല, നിങ്ങൾ എനർജിക്കായിട്ട് എനിക്ക് എല്ലാ സാധനം തന്നേക്ക്. മിസ് എന്തായാലും ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ. ചാപ്റ്റർ 8 ഡൈവേഴ്സ് ഓർഗാനിസം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞതാണ്. ഇനി സെക്കൻഡ് എടുക്കാനുള്ളത് ആംഫിബിയൻസിനെ കുറിച്ചിട്ടാണ്, അല്ലെ ഉഭയജീവികളെ കുറിച്ചിട്ടാണ്. കണ്ടിട്ടുള്ളതല്ലേടാ തവള, അല്ലെ മാക്രോ എന്ന് കരഞ്ഞു കളിക്കുന്ന, പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വന്നിരിക്കുന്ന ഈ സാധനത്തിനെ നമ്മൾ ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം തവളയെ നമ്മൾ ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത്? കറക്റ്റ് ആണ്, നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ്. കാര്യം ഇവരുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ജീവിത ചക്രം എന്ന് പറയുന്നത് വെള്ളത്തിലും ഉണ്ടാവും, അതുപോലെ തന്നെ കരയിലും. അതായത് വെള്ളത്തിൽ ജീവിക്കാനും പറ്റും, അതുപോലെ തന്നെ കരയിൽ ജീവിക്കാനും പറ്റും. ഇത്തരം ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്നാണ്. ഓക്കെ ആണോ? സെറ്റാണോ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇത്രയേ ഉള്ളൂ. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്രോഗ് എന്ന് പറയുന്നത് എന്താ? അതിനൊരു ഉദാഹരണമാണ്. തവള എന്ന് പറയുന്നത് എന്താ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ദ ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. നമ്മുടെ ഈ പറയുന്ന തവളയുടെ ആദ്യത്തെ ലൈഫ് സൈക്കിൾ, ആദ്യത്തെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് എന്താ? ജലത്തിലാണ്. അതായത് തവളയുടെ കുഞ്ഞിന്റെ പേരെന്താ? വാൽമാക്രി എന്ന് കേട്ടിട്ടില്ലേ? മിസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിസ്സിന്റെ വീടിനടുത്തൊരു തോടൊക്കെ ഉണ്ടായിരുന്നു. ആ തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കുമായിരുന്നു. അപ്പം മീൻ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കപ്പിലൊക്കെ ഇട്ട് വെക്കും, എന്നിട്ട് നേരെ കിണറ്റിലേക്ക് എടുത്ത് ഇടുകയൊക്കെ ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ കിണറ്റിൽ നിന്ന് മാക്രോ എന്നുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പോഴാണ് മിസ് അറിയുന്നത് അത് മീനല്ലായിരുന്നു, തവളയുടെ കുഞ്ഞായിരുന്നു എന്നുള്ളത്. അല്ലെ? അപ്പൊ ഈ പറയുന്ന തവളയുടെ കുഞ്ഞ് എന്താണ്? അതിന്റെ ആ ഘട്ടം, അതായത് തവളയുടെ കുഞ്ഞിന്റെ ആദ്യ ഘട്ടമൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? വെള്ളത്തിലായിരിക്കും. വാൽമാക്രി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യഘട്ടം ഫുള്ളായിട്ട് വെള്ളത്തിലായിരിക്കും. അതിനുശേഷം എന്താണ്? ഇവർക്ക് വലുതായി കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ജീവിക്കാനും അതുപോലെ തന്നെ കരയിൽ ജീവിക്കാനുള്ള കഴിവുള്ളവയാണ്. അതുകൊണ്ടാണ് ഇവരെ ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവർക്ക് എന്താണ്? വി ഹാവ് സ്പൈൻസ്. ഇവർക്ക് നട്ടെല്ലുണ്ടടാ. നമ്മുടെ പോലെ എന്താണ്? ആംഫിബിയൻസിനും എന്തുണ്ട്? നട്ടെല്ലുണ്ട്. അതുപോലെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി മിസ് പറഞ്ഞിരുന്നു, ഇവർക്ക് വെൻ വി ആർ ഫുള്ളി ഗ്രോൺ വി ലിവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് ഇവർക്ക് ഫുള്ളായിട്ട് ഈ പറയുന്ന ഫ്രോഗിന്റെ പോലെ ഇത്രയും വളർച്ച എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ഒരു മെച്ചുറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് വെള്ളത്തിൽ ജീവിക്കാനും അതുപോലെ കരയിൽ ജീവിക്കാനും പറ്റും. ഓക്കെ, ഇനി വെള്ളത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇവരെ ശ്വസിക്കുന്നത് എന്ത് വെച്ചാൽ? അവരുടെ സ്കിന്ന് വെച്ചിട്ടാണ്, തൊക്ക് വെച്ചിട്ടാണ്. നമുക്ക് തൊക്ക് വെച്ച് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്താണ്? ആംഫിബിയൻസ് ആയിരിക്കുന്ന നമ്മുടെ ഫ്രോഗിന് തൊക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ സ്കിൻ വെച്ചിട്ട് വെള്ളത്തിൽ ശ്വസിക്കാനായിട്ട് പറ്റും. ഇനി പുറത്തേക്ക് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നോർമലി നമ്മുടെ പോലെ തന്നെ ശ്വാസകോശം അഥവാ ലങ്സ് ഉപയോഗിച്ചിട്ടാണ് ശ്വസിക്കുന്നത്. ഇത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ അല്ലേടാ? അപ്പൊ ആംഫിബിയൻസ് എന്നുള്ള പേര് ഓർക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? മാക്രോ എന്ന് കരയുന്ന തവള ചേട്ടനെയാണ് ഓർമ്മ വരേണ്ടത്. കാര്യം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേര് ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്നാണ്. ഓക്കെ അല്ലേടാ? ഇനി വെള്ളത്തിലാണെങ്കിൽ ഇവരെന്താണ്? നമ്മുടെ തവളച്ചേട്ടൻ സ്കിൻ വെച്ചാണ് ശ്വസിക്കുന്നത്. അതേസമയം കരയിലാണെങ്കിൽ ആ ശ്വാസകോശം വെച്ച് ലങ്സ് വെച്ചിട്ടാണ് ശ്വസിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ നിന്നുള്ളൂ. പിന്നെ ഇവർക്ക് സ്പൈൻസ് ഉണ്ട്, അതായത് നട്ടലുള്ളവയാണോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആളെ നോക്കാം കേട്ടോ. വാട്ട് ആർ ആംഫിബിയൻസ്? ഓൾറെഡി മിസ് പറഞ്ഞ കാര്യമാണ്. ആംഫിബിയൻസ് ലീവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ജീവികളെയാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഫ്രോഗാണ്. ഇനി കരയിലായിരിക്കുമ്പോൾ അവ ശ്വാസം വലിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? സ്കിൻ വെച്ചിട്ടായിരിക്കും. അതേസമയം വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിൻ വെച്ചിട്ടായിരിക്കും. പുറത്ത് കരയിലാണെങ്കിൽ എന്താണ്? ശ്വാസകോശം അഥവാ ലങ്സ് വെച്ചിട്ടാണ് അവർ ശ്വസിക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓൾറെഡി മിസ് പറഞ്ഞാണ്, അപ്പോൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഇനി മറ്റൊരു ആംഫിബിയൻസിന്റെ എക്സാമ്പിൾ ആണ് സീസ്ലീനുകൾ. ഓക്കെ, ഇത് കണ്ടില്ലേ ഈ സംഭവം? ഇവരെ നമ്മൾ ബ്ലൈൻഡ് സ്നേക്ക് എന്ന് വിളിക്കാറുണ്ട്. ബ്ലൈൻഡ് സ്നേക്ക് അല്ലെങ്കിൽ കുരുടികൾ എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇവരുടെ കണ്ണ്, അവർക്കൊരു കുഞ്ഞു കണ്ണുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു കുഞ്ഞു കണ്ണുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ആ കുഞ്ഞു കണ്ണിൽ ഒരു ട്രാൻസ്പാരന്റ് ആയിരിക്കുന്ന ഒരു സ്കിൻ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് പേരാ വിളിക്കുന്നത്? ബ്ലൈൻഡ് സ്നേക്ക് എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ആംഫിബിയൻസ് ആണ് ഈ സീസ്ലിയനുകൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? കുരുടികൾ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്നേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചോദിക്കാം, ബ്ലൈൻഡ് സ്നേക്ക് എന്ന് അറിയപ്പെടുന്ന ആംഫിബിയൻസിന്റെ പേരെന്താണ്? ഒരു ഡൗട്ടും ഇല്ലാതെ ഈ പേര് അങ്ങ് എഴുതി വെച്ചേക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കണ്ണുകളിൽ ഒരു ട്രാൻസ്പാരന്റ് ആയ സുതാര്യമായിരിക്കുന്ന സ്കിൻ വന്നിങ്ങനെ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ്? എപ്പോഴും ഇങ്ങനെ മൂടിയിരിക്കും. അതുകൊണ്ട് ഇവയെ എന്താണ്? പലപ്പോഴും നമ്മൾ പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന ആ സ്കിൻ
സ്കിന്ന് വന്ന് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് ഇവരെ ബ്ലൈൻഡ് സ്നേക്ക് അല്ലെങ്കിൽ കുരുടികൾ എന്ന് പേര് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇതിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ഇവരെ കോമൺലി നോണസ് എന്താണ് ഇവരെ പൊതുവെ വിളിക്കുന്നത്? ബ്ലൈൻഡ് സ്നേക്ക് അഥവാ കുരുടികൾ എന്നാണ്. ഓക്കെ, ഇത് പക്ഷെ പാമ്പല്ല, ഇതെന്താണ്? ഒരു ആംഫിബിയൻ ആണ്. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു ആംഫിബിയൻസിന് എക്സാമ്പിൾ ആണ് സീ സ്ലേനുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഇല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ ഇത് രണ്ട് നോട്ട് ചെയ്ത് വെക്കണം. ആംഫിബിയൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഫ്രോഗും മറ്റൊന്ന് എന്താണ്? സീ സ്ലേനുകളുമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് റെപ്റ്റൈൽസ്. മക്കളെ ഇത്ര ആലോചിച്ചാൽ മതി. ഈ പടത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈഡിൽ ക്ലാസ് കേൾക്കുന്നതിനിടക്ക് ആ മതിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല്ലി ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞൊക്കെ പോകുന്ന കാണാൻ പറ്റും. ഓക്കെ, ഈ പല്ലിയൊക്കെ എന്താണ്? റെപ്റ്റൈൽസ് അഥവാ ഉരകങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇഴഞ്ഞു നടക്കുന്ന എല്ലാ ഓർഗാനിസവും എന്താണ്? റെപ്റ്റൈൽസിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ജീവിയുടെ പൊതു സവിശേഷത എന്താണെന്ന് വെച്ചാൽ മുട്ടയിട്ടിട്ടാണ് അതായത് പുതിയൊരു ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മുട്ടയിൽ മുട്ട വിരിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ സ്കെയിൽസ്, ഇവരുടെ ബോഡിയിൽ നിറയെ ശൽക്കങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവ രണ്ടുമാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നടക്കുന്ന എല്ലാ ഓർഗാനിസത്തിനും എന്ത് വിളിക്കുന്നുണ്ട്? റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അതാണ് കേട്ടോ. ഇവരുടെ ബോഡിയിൽ എന്തുണ്ട്? സ്കെയിൽസ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ശൽക്കങ്ങൾ കാണാൻ സാധിക്കും. ഇവരുടെ എങ്ങനെയാണ്? മുട്ട വിരിഞ്ഞിട്ടാണ് പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, മുട്ടയിട്ടാണ് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റെപ്റ്റൈൽസിൽ. എക്സാമ്പിൾ പഠിച്ചു നോക്കാം കേട്ടോ. പല്ലി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്രോക്കോഡൈൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലിഗേറ്റർ. നിങ്ങൾക്കറിയാമോടാ അലിഗേറ്ററും അതുപോലെ തന്നെ ക്രോക്കോഡൈലും തമ്മിലുള്ള ഡിഫറൻസ്? അലിഗേറ്റർ ഉണ്ടല്ലോ, ചീങ്കണ്ണി എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. ക്രോക്കോഡൈലിനെ നമ്മൾ മുതലാന്ന് വിളിക്കും. ഈ ചീങ്കണ്ണിയുടെ മുതലിന് ഡിഫറൻസ് അറിയാമെന്നുള്ളൊരു വേഗം കമന്റ് ബോക്സിൽ ഇട്ടോ. അറിയാത്ത കുട്ടികൾ വേഗം പോയി സെർച്ച് ചെയ്തോ കേട്ടോ. അവരുടെ ഫേസ്, അവരുടെ തലയുടെ ഭാഗത്തൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഈ അലിഗേറ്റർ ആയാലും ക്രോക്കോഡൈൽ ആയാലും അല്ലെങ്കിൽ മുതലേ ആയാലും ചിങ്കണ്ണി ആയാലും എന്താണ്? ഈ പറഞ്ഞ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. പല്ലി എന്താണ്? റെപ്റ്റൈൽസ് ആണ്. സ്നേക്ക്, പാമ്പുകൾ എന്താണ്? എഴിഞ്ഞടക്കുന്നതല്ലേ? പാമ്പുകളും എന്ത് തന്നെയാണ്? റെപ്റ്റൈൽസിന്റെ അല്ലെങ്കിൽ ഉരകങ്ങളുടെ വിഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് പാമ്പുകളാണ് കേട്ടോ. പാമ്പുകൾ ഓൾറെഡി കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. മിസ്സിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് വലിയ പടം ഒന്നും മിസ് ഉൾപ്പെടുത്തിയിട്ടില്ല, ചെറിയ പടം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ചില കുട്ടികൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് സ്വപ്നത്തിലൊക്കെ കണ്ട് കരയോന്നൊക്കെ വിചാരിച്ചിട്ട് മിസ് ആ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെപ്റ്റൈൽസിന്റെ വിഭാഗത്തിൽ വരുന്ന ജീവികൾ തന്നെയാണ് സ്നേക്സ് അഥവാ ഈ പറയുന്ന പാമ്പുകൾ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ്? അണലി പഠിക്കാനുണ്ട്, വൈപ്പർ പഠിക്കാനുണ്ട്, കോബ്ര മൂർഖം പഠിക്കാനുണ്ട്, കിങ് കോബ്ര അല്ലെങ്കിൽ രാജവെമ്പാല. ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിയാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ അണലിയുടെ കേസൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വിഷമുള്ള പാമ്പുകളാണ്. ഫസ്റ്റ് ആണ് കോബ്ര. കോബ്രനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവയുടെ ആ തലയുടെ ബാക്കിലായിട്ട് എന്താണത്? ഇതുപോലെ ഇങ്ങനെ ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള രണ്ട് വളയങ്ങൾ കാണാൻ സാധിക്കും. ഇത് കണ്ടാൽ തന്നെ ഉടനെ മനസ്സിലാക്കണം ഇത് മൂർഖനാണ് അല്ലെങ്കിൽ എന്താണിത്? കോബ്രയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ പാമ്പുകളെ മനസ്സിലാക്കാൻ പഠിപ്പിച്ച തരികയാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ അറിയണം. കാരണം ചില ആൾക്കാരൊക്കെ പാമ്പ് കടിയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഏത് പാമ്പാണ് കടിച്ചതെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ പാമ്പ് ഏതാണെന്ന് അറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കോബ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നിങ്ങൾക്ക് പാമ്പ് കടി വരും എന്നല്ല കേട്ടോ പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇന്ന പാമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ രണ്ട് വളയങ്ങൾ ഇങ്ങനെ ഒരു ലൈൻസ് വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കോബ്രയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഈ പത്തി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പാൻഡ് ചെയ്തതാണ് കണ്ടോ. ഇങ്ങനെ ഇരിക്കുന്നില്ല, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള പത്തിയാണുള്ളത് കോബ്രയ്ക്ക്. അതുപോലെ തന്നെ ഇവരുടെ കഴുത്തിന് താഴെയായിട്ട് എന്താണ്? കുറുകിയുള്ള രണ്ട് വളയങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഈ കഴുത്തിന് താഴെയായിട്ട് രണ്ട് വളയങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതാണെങ്കിൽ എന്താണ്? ഒരു ഡൗട്ടും വേണ്ട, നമ്മുടെ കോബ്രയാണ് അല്ലെങ്കിൽ മൂർഖനാണെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ മൂർഖനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേടാ. അതിന്റെ തലപ്പത്തിയിൽ എന്തുണ്ട്? അതിന്റെ ഹെഡിലായിട്ട് രണ്ട് വളയങ്ങൾ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അതിന്റെ കഴുത്തിന് താഴെയായിട്ട് രണ്ട് വളയങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ അതിന്റെ പത്തി എന്താണ്? ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്നതായിരിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ അത് മൂർഖൻ പാമ്പായിരിക്കും. ഇനി അടുത്തതാണ് കിങ് കോബ്ര, രാജവെമ്പാല. ഭയങ്കര നീളമായിരിക്കും കേട്ടോ. 5 മീറ്ററോളം നീളം ഉണ്ടാവും. ഭയങ്കര നീളമുള്ള പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പത്തിയിൽ എന്താണ്? തെളിഞ്ഞു നിൽക്കുന്ന ഒരു അടയാളം കാണാൻ പറ്റും കേട്ടോ. ഇവരുടെ പത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അടയാളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിന്റെ മുൻഭാഗത്തും എന്താണ്? ഇതുപോലെ വളയങ്ങൾ കാണാൻ സാധിക്കും. ശരീരത്തിന്റെ മുൻഭാഗത്ത് കണ്ട വളയങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ വാല് ഭയങ്കര ഡാർക്ക് കളർ ആയിരിക്കും. അത് നോക്കിയിട്ട് നമുക്ക് രാജവെമ്പാലിനെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ കേസ് എന്താ? ഭയങ്കര നീളമായിരിക്കും. അതാണ് ഫസ്റ്റ് റീസൺ, അല്ലെങ്കിൽ ഫസ്റ്റ് മെയിൻ ആയിരിക്കുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ അതാണ്. ഭയങ്കര നീളമുള്ള പാമ്പാണ് രാജവെമ്പാല അഥവാ കിങ് കോബ്ര എന്ന് പറയുന്നത്. പിന്നെ അവരുടെ പത്തിയിൽ എന്താണ്? നല്ല തെളിഞ്ഞു കാണുന്ന അടയാളം ഉണ്ടാകും. അതുപോലെ ഇവരുടെ ശരീരത്തിന്റെ മുൻഭാഗത്ത് എന്താണ്? നിറയെ വളയങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ വാലെന്താണ്? ഭയങ്കര ഡാർക്ക് കളർ വാലായിരിക്കും. അതാണ് കിങ് കോബ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി അടുത്തതാണ് ശംഖുവരയൻ പാമ്പ്.
ഓക്കെ, കോമൺ ക്രേറ്റ് എന്നാണ് പറയുന്നത്. ഇത് ശരീരത്തിൽ എന്താണ് നിറയെ വെള്ള കളർ വരകൾ കാണാൻ സാധിക്കും. കണ്ടില്ലേടാ, നിറയെ വെള്ള കളർ ഇങ്ങനെ വരകൾ ഇങ്ങനെ നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ശംഖുവരയൻ പാമ്പാണ്. അതിന് വെള്ളിക്കെട്ടൻ എന്നുള്ള പേരും കൂടി വരുന്നുണ്ട്. ശംഖുവരയൻ നിറയെ വരയുള്ളതായിരിക്കും, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. കോമൺ ക്രേറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെന്താണ്? നല്ല ബ്ലാക്ക് കളറാക്കി, ഈ ബ്ലാക്ക് കളറിലാണ് വൈറ്റ് ലൈൻസ് ഇങ്ങനെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ശംഖുവരയനെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇതിന്റെ എല്ലാത്തിനെയും ഫീച്ചർ ചോദിക്കും കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പാമ്പാണ്, എന്തിനാണ് മിസ് ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഇതൊന്നും പഠിക്കൂല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ എല്ലാവരും നോക്കിയേക്കണം കേട്ടോ. ഇനി അടുത്തത് ഇതാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ളതാണ്, വൈപ്പർ, അതായത് അണലി എന്ന് പറയും. ഇതിന്റെ ഹെഡ് എപ്പോഴും ഇതുപോലെ ത്രികോണം ടൈപ്പ് ആയിരിക്കും, അതായത് ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കേട്ടോ. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പിലാണ് അണലിയുടെ തല ഇരിക്കുന്നത്, ത്രികോണാകൃതിയിലായിരിക്കും, ലാർജ് ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും അതിന്റെ ഹെഡ് വരുന്നത്. ഇനി ശരീരത്തിൽ എന്താ നിറയെ ഇതുപോലെ ചങ്ങലകൾ പോലെ ഇതുപോലെ റൗണ്ട് സാധനം വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് നമുക്ക് അണലിയാണ് അല്ലെങ്കിൽ വൈപ്പർ ആണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ അല്ലേ? റിസലസ് വൈപ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലാർജ് ട്രയാങ്കിൾ ആയിരിക്കുന്ന ഷേപ്പ് ആയിരിക്കും, ത്രികോണ ഷേപ്പ് ആയിരിക്കും അതിന്റെ ഹെഡിന് ഉണ്ടാവുന്ന. ശരീരത്തിൽ നിറയെ ഇതുപോലെ ചങ്ങല പോലെ വട്ടം ഉണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ അണലി ചേട്ടനാണ്, അല്ലെ അണലി പാമ്പാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് ബീക്കഡ് സീ സ്നേക്ക്, അതായത് കടൽ പാമ്പ് എന്നൊക്കെ പറയും. കണ്ടോ, ഇതിന്റെ വാലിന് കണ്ടിട്ടില്ല, ഒരു തുഴയുടെ ആകൃതിയാണ്. വാല് കണ്ടില്ലേടാ, ഒരു തുഴയുടെ ആകൃതിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ടെയിൽ ഈസ് എബ്രോഡ് ആൻഡ് ഷേപ്ഡ് ലൈക്ക് ആൻ ഓർ, അതായത് ഒരു തുഴയുടെ ആകൃതിയാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു കടൽപ്പാമ്പിന്റെ വാലുകൾക്കുള്ളത്. ഇനി പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വലയങ്ങളും കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് BC സ്നേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എങ്ങാനും ഇൻ കേസ് ഈ പാമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എങ്ങാനും നമ്മളെ പാമ്പ് കടി ഏറ്റാൽ, നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മക്കൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, പണ്ടത്തെ ആൾക്കാർ എവിടെയാണോ കാലിൽ കടിച്ചത് ആ കാലിൻ്റെ ആ ഭാഗത്ത് ചോര എന്ത് ചെയ്യുന്നു, അങ്ങനെ സക്ക് ചെയ്തെടുക്കും. ഓക്കെ, വിഷം വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പണ്ടത്തെ ആൾക്കാർ അതായത് പാമ്പിൻ്റെ വിഷം അവിടെ ഇരിക്കുന്നുണ്ടോ, നമുക്ക് ആ വിഷം കളയാമെന്ന് വെച്ചിട്ട് ആ പാമ്പ് കടി ഏറ്റ ഭാഗത്ത് കടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും, ആ ബ്ലഡിനെ വലിച്ചെടുത്ത് ചപ്പിയെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ഡു നോട്ട് ഇൻജോർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വീനം, അതായത് വിഷം കടിയേറ്റ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുറിവുണ്ടായ ഭാഗത്ത് നിന്ന് വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നാണ് ഫസ്റ്റ് പറയുന്നത്. മിസ്സിന് ചുമയാണ്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അല്ല ചുമ കയറി വരുന്നത്. ഓക്കെ, സോറി. അപ്പോൾ ഡോണ്ട് പാനിക് ബൈറ്റ്, അതായത് ഇനി അടുത്തത് പറയുന്നത് നമ്മൾ പാമ്പ് കടിയേറ്റെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പേടിക്കരുത്. ഓക്കെ, ഭയങ്കരമായിട്ട് അങ്ങ് എന്താണ് കരയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ BP കൂടുകയോ ഒന്നും ചെയ്യരുത്. കടിയേറ്റ ആളെ സമാധാനിപ്പിച്ച് സഹായിപ്പിക്കുക, പരിഭ്രമിക്കരുതെന്നും ശാന്തത പാലിക്കാൻ ആയിട്ട് നമ്മൾ അവരോട് പറയാം. നമ്മൾക്കാണ് പാമ്പ് കടിയേറ്റെങ്കിൽ നമ്മളും ഓവറായിട്ട് ടെൻഷൻ അടിയാത്ത കാര്യം, ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബ്ലഡിൻ്റെ പ്രഷർ കൂടുകയും ബ്ലഡിലെ ഫ്ലോ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരിക്കലും പാനിക് ആവരുത്. കടിയേറ്റ ആളെ ഒരിക്കലും പാനിക് ആക്കരുത്. ഇനി അയ്യോ എടാ നിന്നപ്പോൾ അമ്പടിച്ചടാ, മറ്റേ വിഷമുള്ള പാമ്പാണ് അടിച്ചേക്കണത്, അങ്ങനെ ടെൻഷൻ ആക്കാതെ അവരെ സമാധാനപരമാക്കി അവരെ കൂളാക്കി കൊണ്ടുനടക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്, ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഓക്കെ, നമ്മളായിട്ട് സ്വയം ചികിത്സ ഒന്നും ചെയ്യാതെ അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ അത് ചെറിയ പാമ്പാണ്, അത് വലിയ പാമ്പാണ്, അത് എന്താണ് വിഷമില്ലാത്ത പാമ്പാണ്, അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുക. നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം, ഈ പാമ്പിൻ്റെ കടിയുടെ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മുടെ അതിന് സ്പെഷ്യലൈസ് ആയിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. ആ ഡോക്ടേഴ്സിന് എന്താണ് കാര്യം മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന പാമ്പ് ഇപ്പോൾ കടിയേറ്റകളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പ്രത്യേക ഹോസ്പിറ്റൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ പറവൂരൊന്നുമില്ല, എനിക്ക് തോന്നുന്നു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ നമ്മുടെ ഏരിയയിലും അങ്ങനത്തെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അങ്ങോട്ട് തന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കൊണ്ടുപോകുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അയാളുടെ കാല് സക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആവേശം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. പിന്നെ അയാളെ ഭയങ്കര പാനിക് ആക്കുന്നതിന് പകരം അയാളങ്ങ് സമാധാനിപ്പിക്കാം. ഓക്കെ, സമാധാനിപ്പിച്ചിരിക്കുക. അതായത് നിങ്ങയോ വിഷമൊക്കെ കടിച്ചേക്കാണ്, ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം എന്ന് സെറ്റ് ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ അധികമായിട്ട് സ്വയം ചികിത്സയ്ക്കൊന്നും നിൽക്കുക, അത് നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് എടുത്തുകൊണ്ട് പോവാം. ഇതിന് സ്പെഷ്യലൈസർ അയക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് സ്റ്റാർ ഇട്ട് വെച്ചേക്കാം. ഓക്കെ അല്ലേടാ? ഇനി അടുത്തത് മാമൽസ്. നമ്മളിപ്പോൾ പറഞ്ഞു ആംഫിബിയൻസ്, അത് ജലത്തിലും കരയിലും താമസിക്കുന്ന എല്ലാവരും ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നു. എഴഞ്ഞു നടക്കുന്ന ആൾക്കാരെ റെപ്റ്റൈൽസ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്താണ് മാമൽസ്.
മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്നാണോ മലയാളത്തിൽ വിളിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് പിന്നെ ഉണ്ടാവും, ചെവിക്കുട. നമുക്കില്ലടാ. അപ്പൊ നമ്മളും മാമൽസ് ആണ് കേട്ടോ. കണ്ടോ, ഈ സാധനമുള്ള എല്ലാത്തിനെയും നമ്മൾ എന്താണ് മാമൽസ് എന്നാണ് വിളിക്കുന്നത്. മുയലിന്റെ കേസിലുണ്ട്, കണ്ടോ, മുയലിനുണ്ട്, പൂച്ചയ്ക്കുണ്ട്, അതുപോലെ പട്ടിക്കാണെങ്കിൽ എന്താണ് ചിലത് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. പട്ടിക്കുണ്ട്, പശുവിനുണ്ട്, ആടിനുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തിനും എന്താണ് ഇങ്ങനത്തെ ഈ ഒരു ചെവിക്കുട അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവും കേട്ടോ. പിന്നാന്നാ വിളിക്കുന്നത്, PINNA. ഓക്കെ, ഇവയുള്ളവയ്ക്ക് എന്താണ് മാമൽസ് ഉള്ളതാണ്. ഇതുപോലെ മാമറി ഗ്ലാൻഡ്, അതായത് അവര് കുട്ടികളെ പാല് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. ഓക്കെ അല്ലേ. ബ്രെയിൻ ഡെവലപ്ഡ്, അവരുടെ മസ്തിഷ്കം എന്താണ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരിക്കും. റെപ്റ്റൈൽസിനെ വെച്ച് നോക്കുമ്പോഴും ആംഫിബിയൻസിനെ വെച്ച് നോക്കുമ്പോഴൊക്കെ മാമൽസിന്റെ എന്താണ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരിക്കുന്ന ബ്രെയിൻസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ. അതാണ് പറയുന്നത്. ചെവിക്കൂടെ ഉണ്ട്, പ്രസവിച്ച പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അതുപോലെ മസ്തിഷ്ക വികാസം, ബ്രെയിൻ ഡെവലപ്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കും. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സസ്തനികൾ അഥവാ മാമൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളടക്കം എല്ലാവരും എന്താണ് മാമൽസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ അല്ലേടാ. ഇനി അടുത്തത്, ദേ ആർ ഓൾസോ മാമൽസ്. ഇവരും മാമൽസ് ആണ്. നമ്മൾ വെയിൽ, തിമിംഗലത്തിനെ നമ്മൾ ഫിഷ് ആയിട്ട് കൺസിഡർ ചെയ്യും. അല്ലടാ, ഫിഷ് അല്ലട്ട, മാമൽസ് ആണ്. നമ്മൾ ഫിഷിൽ ഒരിക്കലും വെയിൽസിനെ ചേർക്കില്ല. തിമിംഗലത്തിന് ഒരിക്കലും നമ്മൾ ഫിഷിൽ ഉൾപ്പെടുത്താറില്ല, മത്സ്യങ്ങളിൽ ഉൾപ്പെടുത്താറില്ല. അത് എന്തിലാണ് വരുന്നത്, മാമൽസിലാണ്. അതുപോലെ തന്നെ വവ്വാല് നമ്മൾ നോർമലി ബാറ്റിന് നമ്മൾ ബേർഡ്സിന്റെ സെക്ഷനിൽ പെടുത്തും, പക്ഷെ ഒരിക്കലും ബേർഡ് അല്ല. അതും എന്ത് തന്നെയാണ്, മാമൽസ് തന്നെയാണ്. ഡോൾഫിനും അതുപോലെ തന്നെയാണ് കേട്ടോ. ഡോൾഫിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമലി അത് ഫിഷ് ആണ് അല്ലെങ്കിൽ മത്സ്യമാണെന്ന് കൺസിഡർ ചെയ്യും. പക്ഷെ അതെന്താണ്, ഡോൾഫിനും ഫിഷ് അല്ല, മറിച്ച് എന്ത് തന്നെയാണ്, മാമൽസ് ആണ്, അല്ലെ, സസ്തനികളാണോ. അതുപോലെ തന്നെ നീർനായ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുന്നത്, റെപ്റ്റൈൽസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തും. പക്ഷെ ഇതെന്താണ്, ശരിക്കും മാമൽസ് തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇവരുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാര്യം ഇവര് ചിലപ്പോൾ റെപ്റ്റൈൽസിലോ അല്ലെങ്കിൽ ബേർഡ്സിലോ ഒക്കെ പേര് കൊടുക്കും, എന്നിട്ട് ഒറ്റയാനെ കണ്ടെത്താൻ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ബാറ്റ് ഒറ്റയാനൊന്നും അറിയില്ല, ബാറ്റ് ബേർഡ്സ് അല്ലേന്ന് എഴുതും. പക്ഷെ അല്ല, ബാറ്റ് എന്താണ്, മാമൽസിൽ വരുന്ന ആൾക്കാരാ. അതുപോലെ കുറെ ഫിഷിന്റെ പേര് കൊടുത്ത കൂട്ടത്തില് ഈ പറയുന്ന വെയിലിന്റെ, നീലത്തിമിംഗലത്തിന്റെ, ബ്ലൂ വെയിലിന്റെ പേര് കൊടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് മത്സ്യമാണല്ലോ, എല്ലാം കറക്റ്റ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അവർ ഫിഷസിൽ വരുന്ന ആൾക്കാരല്ല, അവരെന്തിൽ വരുന്ന ആൾക്കാരാണ്, മാമൽസിൽ അല്ലെങ്കിൽ സസ്തനികൾ വരുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാത്തിനെയും പേര് നോട്ട് ചെയ്ത് വെക്കുക. ഇവരൊക്കെ എന്താണ്, മാമൽസിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ അല്ലേടാ. ഇനി അടുത്തത്, ചില സസ്തനികൾ അല്ലെ ചില മാമൽസിനെ നമ്മൾ വളർത്തു മൃഗങ്ങളാക്കാറുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവരെ വളർത്തു മൃഗങ്ങളാക്കുന്നത്? ഒന്ന് മാംസത്തിന്, അല്ലെ, നമ്മൾ ചിക്കൻ 65 കഴിക്കുന്നു, അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് കഴിക്കുന്നു. അതൊക്കെ എന്തിനാ, മാംസത്തിന് വേണ്ടിയിട്ടാണ്. ഈ പശുവിനെ വളർത്തുന്നതും അല്ലെങ്കിൽ പോത്തിനെ വളർത്തുന്നതും അല്ലെങ്കിൽ ചിക്കനെയൊക്കെ വളർത്തുന്നത്. അപ്പൊ ആദ്യത്തെ ഗുണം എന്താണ്, ഫോർ മീറ്റ്, മാംസത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ രോമത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല നമ്മുടെ ഇപ്പോൾ ബീഫ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ പോത്തിൻ്റെയൊക്കെ രോമം എടുത്ത് മാറ്റി വെച്ചേക്കണം കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതൊരു വണ്ടി വന്ന് കളക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു വണ്ടി വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ടുണ്ടോ? എന്തിനാണെന്നറിയാമോ, ബെൽറ്റ് ഉണ്ടാക്കാൻ, ലെതറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന അവരുടെ ആ രോമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ കമ്പിളി പുതപ്പുകൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് എന്താണ് അത്, മറ്റേ പോത്തിൻ്റെ ഒന്നുമല്ല കേട്ടോ, വേറെ ചെമ്മരിയാടിൻ്റെയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ രോമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്, നമ്മൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെ വളർത്തുന്നത്. അതുപോലെ തന്നെ പാല്, നമ്മൾ ആടിനെ വളർത്തുന്നു അല്ലെങ്കിൽ എന്താണ് പശുവിനെ വളർത്തുന്നു, അത് എന്തിനു വേണ്ടിയിട്ടാണ്, പാല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാമൽസ് ആയിരിക്കുന്ന ഡൊമസ്റ്റിക് ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട്ടിൽ വളർത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന മാമൽസിനെ വീട്ടിൽ വളർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, മാംസം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഫർ അതായത് രോമം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ പാല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ വീട്ടിൽ വളർത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവരെ വീട്ടിൽ വളർത്തിയാലും ചില സമയത്ത് നമുക്ക് അവർ കാരണം പല അസുഖങ്ങൾ വരാറുണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് റാബീസ്, പേവിഷബാധ. പേരി തന്നെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ പേവിഷബാധ എന്നുള്ളത്? അതായത് എനിക്ക് തോന്നുന്നു പട്ടി കടിച്ചു കഴിഞ്ഞാലാണ് മെയിനായിട്ട് റാബീസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. അവയിൽ നിന്നിട്ട് അവർക്ക് എന്താ പറയുക, അവയിൽ നിന്ന് നമുക്ക് പകരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതെന്താണ്, ഈ പറയുന്ന വളർത്തു മൃഗങ്ങളിൽ നിന്ന് പകരുന്ന ഒരു അസുഖമാണ് റാബീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേവിഷബാധ എന്നാണ് പറയുന്നത്. ഓക്കെ, പട്ടി കടിച്ചാലൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ. ഇനി ആന്ത്രാക്സ്, അത് നമുക്ക് കന്നുകാലികളിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. ഇതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള രോഗമാണ് കേട്ടോ. ഇനി നിപ്പ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് വവ്വാല്, അതുപോലെ പന്നി, അവയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അസുഖമാണ് നിപ്പ എന്ന് പറയുന്ന വൈറസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വളർത്തു മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ രണ്ടെണ്ണത്തിന് എക്സാമ്പിൾ കൊടുക്കും. അതായത് മൃഗങ്ങളെ വളർത്തുന്നതൊക്കെ നല്ലതായിരിക്കും, പക്ഷെ അവയിൽ നിന്നുണ്ടാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണും. അപ്പൊ എന്ത് ചെയ്തേക്കണം, ഇതൊക്കെയാണ് റാബീസ്, പേവിഷബാധ ഒരു അസുഖമാണ്, ആന്ത്രാക്സ് മറ്റൊരു അസുഖമാണ്, നിപ്പ എന്ന് പറയുന്നത് മറ്റൊരു അസുഖമാണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വളർത്തു മൃഗങ്ങളിൽ നിന്ന് നമ്മളിലേക്ക്, മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫിഷസ് ആയിക്കോട്ടെ, അതുപോലെ ആംഫിബിയൻസ് ആയിക്കോട്ടെ, റെപ്റ്റൈൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, മാമൽസ് ആയി, ഇവിടേക്കൊക്കെ എന്തുണ്ട്, സ്പൈൻസ് ഉണ്ട് അല്ലെങ്കിൽ നട്ടെല്ലുകളുണ്ട്. ഇവയ്ക്ക് എല്ലാത്തിനും എന്തുണ്ട്, നട്ടെല്ലുകളുള്ള ജീവജാലങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വളർത്തു മൃഗങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ആനിമലായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? എന്തൊക്കെയാണ്? നിങ്ങളുടെ വലിയൊരു പട്ടി ഉണ്ടെന്ന് ചോദിച്ചിട്ട് പട്ടീനോട് നമ്മൾ ഭയങ്കര ദേഷ്യത്തിലൊക്കെ പെരുമാറോ? ഇല്ല, നമ്മൾ അവരോട് ശാന്തമായിട്ടാണ്
എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അതാണ് ആദ്യത്തെ. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാമെന്ന് പാടില്ല. അവർക്ക് എപ്പോഴാണ് ദേഷ്യം വരെയെന്ന് പറയാൻ പറ്റില്ല. അവർ നമ്മളെ പിടിച്ച് കടിക്കും, നമുക്ക് ലാസ്റ്റ് പേവിഷബാധ, റാബീസ് ഒക്കെ വരേണ്ട ഒരു കണ്ടീഷൻ വരും. ഓക്കെ, അപ്പൊ അത് ചെയ്യാതിരിക്കുക. രണ്ടാമത്, വളർത്തു മൃഗങ്ങൾക്ക് വാക്സിൻ എപ്പോഴും എടുക്കുക. അതായത് ആന്ത്രാക്സ്, അതുപോലെ തന്നെ പേവിഷബാധ എന്നിവയൊക്കെ ആ വളർത്തു മൃഗങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് വാക്സിൻ എടുക്കുക. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെറുതായിട്ട് കടിച്ചാൽ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ നഖമൊക്കെ നമ്മുടെ ബോഡിയിൽ വീണാലോ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം അവർക്ക് അതിൻ്റെ വാക്സിൻ എടുത്തുകൊണ്ട് അത്തരം അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ആ അസുഖങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളിലേക്ക് പകരുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ പട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വാക്സിനേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക കേട്ടോ. അതുപോലെ മൃഗങ്ങളെ തൊട്ടതിന് ശേഷം കൈകാലുകൾ കഴുകുക. അതായത് കൈ കഴുകിയിരിക്കുക. ചില കുട്ടികൾക്ക് പട്ടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പൂച്ചയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ പൂച്ചേനെയും അതുപോലെ പട്ടീനെയൊക്കെ മടിയിലിരുത്തും. മക്കളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതായത് നമ്മൾ ഇവരെ തൊട്ടതിന് ശേഷം കൈ കഴുകിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ്, എപ്പോഴും ഇവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബോഡീനെ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ബോഡി നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇതൊക്കെയാണ് എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി എക്സ്റ്റിൻറ്റ് ക്രിയേച്ചർ, അതായത് അന്യം നിൽക്കുന്ന ജീവികളുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങൾ കൊണ്ട് എന്താണ് ഇന്നില്ല. നമ്മൾ കേട്ടിട്ടില്ല ഡൈനോസർ എന്നൊക്കെ കേട്ടിട്ടില്ല. അത് ഇന്നുണ്ടോ? ഇല്ല. അതൊക്കെ എന്താണ്, വംശനാശം സംഭവിച്ചു, അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ വന്നു, അല്ലെങ്കിൽ എന്താണ് അന്യം നിന്ന് പോയ ജീവികളാണ്. അതിലെന്താണ് കൂടുതൽ ശൈത്യം അല്ലെങ്കിൽ വരൾച്ച, അല്ലെങ്കിൽ എന്താണ് ഉൽക്കകളൊക്കെ വന്ന് വീഴുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് രോഗം ബാധിക്കുന്നു, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പല ജീവികളും എന്താണ് വംശനാശം സംഭവിച്ച് ഇന്നില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം അവർക്കിടെ എന്താണ് എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റിന് അല്ലെങ്കിൽ അവരുടെ ആവാസത്തിന് പ്രശ്നമുണ്ടായിട്ടും അത്തരം ജീവജാലങ്ങൾ ഇന്ന് ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന കുറേ സ്പീഷീസ് നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടൈഗർ സ്പൈഡർ, ഓക്കെ, ഇതെന്താണ് വംശനാശ ഭീഷണി ഉള്ളതാണ്. കാര്യം ഇവ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവയെ നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ ഫംഗോയിഡ് ഫ്രോഗ് കേട്ടോ, മണവാട്ടിത്തവള എന്നാണ് വിളിക്കുന്നത്. ഇതും എന്താണ് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നശിച്ചു പോയിരിക്കും. അപ്പൊ ഇവരെ സംരക്ഷിക്കുക. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇവർ നശിച്ചു പോകാതിരിക്കാനായിട്ട്, കാരണം ഓരോ ജീവജാലങ്ങളും നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇന്ത്യൻ പഗോലിൻ, ഓക്കെ, ഇതും എന്ത് തന്നെയാണ്, കുറച്ച് കളയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോകുന്ന ലിസ്റ്റിലുള്ള ഓർഗാനിസംസ് ആണ്. അപ്പം 3 എണ്ണത്തിൻ്റെയും പേര് പഠിച്ചു നോക്കാം കേട്ടോ. വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള 3 ഓർഗാനിസംസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചേക്കാം. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ടോപ്പിക്കിലുള്ള വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷേ അത്യാവശ്യത്തിലധികം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററും കൂടിയാണ്. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ആംഫിബിയൻസ് എന്താണെന്ന് ചോദിക്കാം, റെപ്റ്റൈൽസ് എന്താണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ 4 തരത്തിലുള്ള പാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആ പാമ്പുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അല്ല അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. അതുപോലെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഓർഗാനിസംസ് ഏതൊക്കെയെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആനിമൽസ് അല്ലെങ്കിൽ വളർത്തു നായി അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ വളർത്തുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ അല്ലേടാ? അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ സീ യു. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ.